ശ്രീ പി ജെ വിൻസെന്റ്, ഇബ്രാഹിം റൈസിയുടെ ദാരുണാന്ത്യം എന്ത് ചലനമുണ്ടാക്കും ഇറാനകത്തും പുറത്തും? ശ്രീ പി ജെ വിൻസെന്റ്. ഹലോ. വിൻസെന്റ് മാഷ് കേൾക്കാമോ? കേൾക്കാം പറയൂ. റൈസിയുടെ ദാരുണാന്ത്യം ഇറാനകത്തും പുറത്തും എന്ത് ചലനമാണ്, എന്ത് പ്രതികരണമാണ് ഉണ്ടാക്കുക? പ്രാഥമികമായി ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നഷ്ടമാണ്. സമീപകാലത്ത് ഇന്ത്യ ഇറാൻ ബന്ധങ്ങളിൽ വളരെ നിർണായകമായ പുരോഗതി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രസിഡന്റാണ് റൈസി. 2018 ചബഹാർ എഗ്രിമെന്റിൽ നമ്മൾ ഒപ്പുവെച്ചു, അത് നടപ്പാക്കി. വർഷം തോറും പുതുക്കിക്കൊണ്ടിരുന്ന കരാറായിരുന്നു. അതിനപ്പുറത്തേക്ക് ഇന്ത്യക്ക് തന്ത്രപരമായി വലിയ ആക്സസ് നൽകുന്ന ഇറാനിൽ നിന്ന് മധ്യേഷ്യയിലേക്കും അവിടുന്ന് റഷ്യയിലേക്കുമുള്ള പാത അത് തുറന്നു കിട്ടുന്ന കരാർ ഇപ്പോൾ ഒപ്പുവെച്ചത്. അതിന് റൈസിയുടെ പങ്ക് വളരെ നിർണായകമായിരുന്നു. 8 വർഷത്തേക്ക് ചബഹാർ തുറമുഖം വികസിപ്പിക്കുന്നതിനും പ്രവർത്തിപ്പിക്കുന്നതിനുമുള്ള കരാറാണ് നമുക്ക് ഒപ്പിട്ടത്. ആ അർത്ഥത്തിൽ ഒരുപക്ഷെ കൂടുതൽ വികസിക്കാൻ സാധ്യതയുള്ള ഇന്ത്യ ഇറാൻ സൗഹൃദത്തിനും തന്ത്രപരമായ ബന്ധങ്ങൾക്കും ഒരു തിരിച്ചടിയാകും. ആ അർത്ഥത്തിൽ ഇന്നത്തെ ഘട്ടത്തിൽ നമ്മൾ നഷ്ടമാണ് റൈസിയുടെ മരണം എന്ന് കരുതുന്നതിൽ തെറ്റില്ല. അതേസമയം ഇറാനെ സംബന്ധിച്ചിടത്തോളം അതെ 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം അവർക്കുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ നഷ്ടമാണ് എന്ന് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. കാരണം ആയത്തുള്ള ഖുമൈനിക്കും നിലവിലുള്ള ആയത്തുള്ള പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖുമൈനിക്കും ശേഷം അടുത്ത പരമോന്നത നേതാവാകാൻ സാധ്യത കൽപ്പിച്ച ആളുകളിൽ ഏറ്റവും പ്രമുഖനായിരുന്നു. അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ മാത്രമല്ല, അദ്ദേഹം സുപ്രീം കോടതി ചീഫ് ആയിരുന്നു. ഡെപ്യൂട്ടി ചീഫ് ജസ്റ്റിസ് ആയിട്ട് അദ്ദേഹം 7 വർഷത്തോളം പ്രവർത്തിക്കുകയുണ്ടായി. അതോടൊപ്പം അദ്ദേഹം ഒരു മതപണ്ഡിതൻ കൂടിയാണ്. അദ്ദേഹത്തിന്റെ അങ്ങനെ ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റിയാണ്, ഒരു ടവറിംഗ് പേഴ്സണാലിറ്റിയാണ് അദ്ദേഹം. അപ്പൊ ഒരേ സമയം മതകാര്യങ്ങളിലും രാഷ്ട്രീയ കാര്യങ്ങളിലും ഒക്കെ അവവാഹമുള്ള വളരെ നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഒരു നിയമജ്ഞൻ കൂടിയാണ്. അപ്പൊ ഇത്തരം സാധ്യതകളെല്ലാം പരിഗണിക്കുമ്പോൾ നിലവിലുള്ള പരമോന്നത നേതാവ് അലി ഖമൈനിക്ക് ശേഷം പരമോന്നത നേതാവാകാൻ സാധ്യത കൽപ്പിക്കപ്പെട്ട ഒരു നേതാവ് കൂടിയാണ്. അദ്ദേഹം ഒരു ഹാർഡ്ലൈനറാണ് എന്ന് നേരത്തെ സൂചിപ്പിച്ചത് വളരെ ശരിയാണ്. ഇപ്പൊ സമീപകാലത്ത് ഇറാന്റെ പ്രോക്സികളും ഇറാന്റെ ഭക്ഷ്യശക്തികളും വെസ്റ്റേഷ്യയിലാകെ വ്യാപിപ്പിക്കുന്നതിൽ റൈസിയുടെ പങ്ക് വളരെ നിർണായകമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കഴിഞ്ഞ ഒക്ടോബർ 7 ശേഷം ആരംഭിച്ച ഗസ വോറിൽ ഇസ്രായേലിനെതിരായിട്ടുള്ള അവരുടെ നിലപാട്. ഹൂത്തികളെ ആയുധമണിയിച്ചുകൊണ്ട് ചെങ്കടലിലുള്ള കപ്പൽ ഗതാഗതത്തെ നിരന്തരമായി ആക്രമിക്കുവാനും നിയന്ത്രിക്കുവാനും ഒക്കെയുള്ള ശ്രമം. ഹിസ്ബുള്ളയെ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ അദ്ദേഹം ഹിസ്ബുള്ള ഇപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഒരു സുന്നി സംഘമായ ഹമാസിന് ഏറ്റവും വലിയ പിന്തുണ ഇപ്പോൾ ലഭിക്കുന്നത് ഷിയ രാജ്യമായ ഇറാനിൽ നിന്നാണ്. ഇത്തരത്തിലുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് അദ്ദേഹത്തിന്റെ കാലത്തുണ്ടായി. അതോടൊപ്പം ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യക്ക് ആവശ്യമായ ആയുധങ്ങൾ കൊടുക്കാൻ, പ്രത്യേകിച്ച് ഡ്രോണുകൾ സപ്ലൈ ചെയ്യുന്നതിൽ ഇറാന്റെ പങ്ക് നിർണായകമായിരുന്നു. ഇങ്ങനെ രാജ്യത്തിന് പുറത്ത് പ്രത്യേകിച്ച് പാശ്ചാത്യ ചേരിയുടെ ശക്തമായ ഉപരോധം നിലനിൽക്കെ തന്നെ ചൈനയുമായിട്ടും റഷ്യയുമായിട്ടും ഇന്ത്യയുമായിട്ടും സാധ്യമായ മേഖലയിൽ തന്ത്രപരമായും സാമ്പത്തികമായും സഹകരിച്ചുകൊണ്ട് ഇറാന്റെ രാഷ്ട്ര താല്പര്യങ്ങളെ മുന്നോട്ട് പോകാൻ ഏറ്റവും അധികം പരിശ്രമിച്ച ഒരു നേതാവ് എന്ന നിലയിൽ അദ്ദേഹം വളരെ പ്രസക്തമാണ്. ഏതായാലും ഈ അദ്ദേഹത്തിന്റെ മരണം യഥാർത്ഥത്തിൽ ഇറാന് ശക്തനായ ഒരു നേതാവിനെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അതോടൊപ്പം ഒരു നയതന്ത്രത്തിനെ കൂടി നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന്റെ നയതന്ത്രജ്ഞത ഒരുപക്ഷെ വിശിഷ്ട ഇന്ത്യയുമായിട്ടുള്ള ബന്ധങ്ങളിലൊക്കെ വളരെ പ്രസക്തമായിരുന്നു. വളരെ അടുത്ത ഇൻഡോ ഇസ്രായേൽ ബന്ധങ്ങൾ നിലനിൽക്കെ തന്നെ ഈ ചബഹാർ അഗ്രിമെന്റ് അടക്കമുള്ള തന്ത്രപരമായ നീക്കങ്ങളിലൂടെ അവർ രാജ്യ താല്പര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹം കാണിച്ച ഒരു വഴക്കം തീർച്ചയായിട്ടും പ്രസക്തമാണ്. അതുകൊണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ആകസ്മിക മരണം ഒരുപക്ഷെ അതിലെ അട്ടിമറി സാധ്യതകളെ കുറിച്ചുള്ള ഗൂഢാലോചന സിദ്ധാന്തത്തിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ വെളിപ്പെടണമെങ്കിൽ അന്വേഷണവും സമയവും അനിവാര്യമാണെങ്കിൽ കൂടി ഇന്നത്തെ നിലയ്ക്കുള്ള വിവരം വെച്ചിട്ട് അത് ഒരു അപകട മരണം എന്ന നിലയ്ക്ക് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ 3 ഹെലികോപ്റ്ററുകൾ രണ്ടും സുരക്ഷിതമായി ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടു. അതുപോലെ പ്രസിഡന്റിനെ പോലുള്ള ഒരാൾ യാത്ര ചെയ്യുന്ന സമയത്ത് വെതർ ഫോർകാസ്റ്റിംഗ് അടക്കമുള്ള കാര്യങ്ങൾ മുൻകൂട്ടി കാണുന്നതിൽ പരാജയപ്പെട്ടു. ഇത്തരം ഘടകങ്ങളെല്ലാം അവിടെ ഉണ്ടെങ്കിൽ തന്നെ അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ളത് ദുഃഖകരമായ കാര്യമാണ്. ഇറാനകത്തും പുറത്തും
തീർച്ചയായിട്ടും ഇറാൻ എന്ന രാജ്യത്തിന്റെ അതിന്റെ നാഷണൽ ഇൻട്രസ്റ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചുകൊണ്ടിരുന്ന നേതാവ് എന്ന നിലയിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ്. വിശേഷ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുറച്ചുകൂടെ തന്ത്രപരമായിട്ടുള്ള ഒരു നീക്കം ആ മേഖലയിൽ നടത്തി മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ മരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ താല്പര്യങ്ങൾക്കും ഗുണകരമല്ല എന്നാണ് ഈ സാഹചര്യത്തിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കുക. ശരി, വളരെ നന്ദി ഡോക്ടർ പി ജെ വിൻസെന്റ് പ്രതികരിച്ചു.